പള്ളിക്കൽ ബസാറിൽ ചേളാരി വിഭാഗം വീണ്ടും മുഖം കെടുകയാണ്. ചേളാരി മുഖപത്രത്തിലൂടെ തൊടുത്തുവിട്ട പച്ചക്കള്ളങ്ങൾ സമൂഹം തിരിച്ചറിയുകയാണ്. ഇന്നത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പള്ളിക്കൽ ബസാർ മഹലിലെ ഇപ്പോഴത്തെ നിലവിലെ ജോയിന്റ് സെക്രട്ടറി കുഞ്ഞുമുഹമ്മദ് വീണ്ടും നമ്മോടൊപ്പം ചേരുന്നു. കുഞ്ഞുമുഹമ്മദ്, പറയൂ, എന്താണ് ഇന്നത്തെ പുതിയ വിശേഷങ്ങൾ? വിഷയമായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു വസ്തുതയാണ്. ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമാണെന്നും AP വിഭാഗത്തിന്റെ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും കാണിച്ച് വഖഫ് ബോർഡിനെ സമീപിച്ചപ്പോൾ വഖഫ് ബോർഡിൽ നിന്നും ബോർഡ് ഒരു നിരീക്ഷകനെ ഏർപ്പെടുത്തിയിരുന്നു. ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ 42% മാത്രം വോട്ടുകൾ ലഭിച്ച EK വിഭാഗം ഇന്നലെ തന്നെ മഹല്ലിൽ ജാള്യരാവുകയാണ് ചെയ്തത്. ഇന്ന് അൽഹംദുലില്ലാഹ് വഖഫ് ബോർഡ് മീറ്റിംഗ് ചേർന്നപ്പോൾ ആ ബോർഡ് മീറ്റിംഗിൽ തങ്ങളുടെ 21 ആളുകളെ, ചേളാരി വിഭാഗത്തിന്റെ 21 ആളുകളെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായി പ്രഖ്യാപിക്കും, അവരാണ് ഇനി ഭരണം നടത്തുക എന്ന് കൊട്ടി ആഘോഷിച്ച് വഖഫ് ബോർഡിലേക്ക് ചെന്നപ്പോൾ ആ വഖഫ് ബോർഡിൽ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ വക്കീൽ പറഞ്ഞു, ഏകപക്ഷീയമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. നിരീക്ഷകൻ തെരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ റിസൾട്ട് വരുന്നത്, ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വഖഫ് ബോർഡിൽ നമുക്ക് അനുകൂലമായി 2 മെമ്പർമാർ തീർച്ചയായിട്ടും അത് നിർത്തിവെക്കേണ്ടതെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ആഗസ്റ്റ് 3-ാം തീയതി വരെ വഖഫ് ബോർഡിന്റെ ഫലപ്രഖ്യാപനം നിർത്തിവെച്ച് വളരെ സന്തോഷകരമായ വിവരമാണ് വഖഫ് ബോർഡിൽ നിന്നും നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ സുപ്രഭാതത്തിൽ സമസ്ത പള്ളി ഏറ്റെടുത്ത് സമസ്തയ്ക്ക് കീഴിലാണ് പള്ളി എന്നുള്ള അവരുടെ പ്രചരണം അസ്ഥാനത്തായിരിക്കുകയാണ്. അതിനുശേഷം ഇന്ന് പള്ളിയിൽ 2 ആളുകൾ മരണപ്പെടുകയുണ്ടായി. അവരുടെ എല്ലാ കർമ്മങ്ങളും അവരിൽ നിന്ന് പണം വാങ്ങിയതും റെസീറ്റ് നൽകിയതും എല്ലാം ചെയ്തത് AP വിഭാഗം സുന്നികളും നിലവിൽ ഇപ്പോഴുള്ള ഭരണസമിതിയായ AP വിഭാഗത്തിന് കീഴിലുള്ള ഭരണസമിതി 3/8/2015 വരെ അവിടെ പ്രവർത്തിക്കട്ടെ എന്നും ബോർഡിന്റെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. സുന്നികൾ വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇലക്ഷൻ റിസൾട്ട് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്ന് സുപ്രഭാതത്തിൽ പുതിയ കമ്മിറ്റി രൂപീകരിച്ചതായി റിപ്പോർട്ട് കാണുന്നു. പുതിയ കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്? അതെ, അങ്ങനെ ഒരു കമ്മിറ്റി നിലവിൽ വന്നിട്ടില്ല. ഓഗസ്റ്റ് 3-ാം തീയതി വരെ കമ്മിറ്റി നിലവിൽ വരുമായിരുന്നെങ്കിൽ ഇന്ന് വഖഫ് ബോർഡ് ചേർന്നപ്പോൾ ബോർഡാണ് കമ്മിറ്റി അംഗീകരിക്കേണ്ടത്. ബോർഡ് അങ്ങനെ ഒരു കമ്മിറ്റി അംഗീകരിച്ചിട്ടില്ല. നടത്തിയത് വഖഫ് ബോർഡാണ്. വഖഫ് ബോർഡ് വെച്ച റിട്ടേണിംഗ് ഓഫീസറല്ലേ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അപ്പോൾ ബോർഡാണ് പ്രഖ്യാപിക്കേണ്ടത് അവിടെ കമ്മിറ്റി വന്നിട്ടുണ്ടോ ഇല്ല എന്ന്. അതല്ലാതെ ചേളാരി വിഭാഗമല്ലല്ലോ പ്രഖ്യാപിക്കേണ്ടത്. തീർത്തും അവരുടെ റിപ്പോർട്ട് വ്യാജമാണെന്നാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതെ, നിരീക്ഷകൻ ഇന്നലെ നമ്മുടെ പ്രതിഷേധം നേരിട്ട് കാണുകയും അദ്ദേഹം വീഡിയോയിൽ പകർത്തുകയും നമ്മുടെ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും വിളിച്ച് നിവേദനം വാങ്ങിക്കുകയും എന്താണ് ഇതിൽ ക്രമക്കേട് എന്ന് വ്യക്തമായി നമ്മൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ്. ഇപ്പോൾ അവർ പ്രചരിപ്പിക്കുന്നത് 5 മെമ്പർമാർ സുന്നി AP വിഭാഗത്തിൻ്റെതാണെന്നാണ് പ്രചരിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് വാർത്താ മീഡിയകളും ഉപയോഗിച്ച് അവർ പ്രചരിപ്പിക്കുന്നത് 5 ആളുകൾ അത് AP വിഭാഗത്തിൻ്റെതാണ്, അവർക്ക് കിട്ടിയ വോട്ടാണ് ഈ കുറഞ്ഞ ശതമാനം വോട്ടുകൾ എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. എന്താണ് സത്യാവസ്ഥ? AP വിഭാഗത്തിന്റെ 5 പേർ അവിടെ മത്സരിച്ചിട്ടുണ്ടോ? തീർത്തും കള്ളപ്രചരണമാണ്. അത് EK വിഭാഗത്തിന് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. AP വിഭാഗം നോമിനേഷൻ നൽകിയിട്ടില്ല. നോമിനേഷൻ നൽകാൻ വേണ്ടി AP വിഭാഗം ചെന്നപ്പോൾ നോമിനേഷൻ സ്വീകരിക്കാതിരിക്കുകയാണ് ചെയ്തത്. എന്നാൽ പള്ളിക്കൽ ബസാർ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗവും തർക്കത്തിലിരുന്നപ്പോൾ C പാർട്ടി എന്ന് പറഞ്ഞ് 3-ാം കക്ഷി നിലവിൽ വരികയും ആ 3-ാം കക്ഷിയിൽപ്പെട്ട ആളുകളാണ് ആ 5 പേര് എന്നുള്ളത് നാട്ടിലുള്ള എല്ലാവർക്കും EK വിഭാഗക്കാർക്കും പരസ്യമായൊരു സത്യമാണ്. എന്നിരിക്കെ സുപ്രഭാതം സ്വന്തം അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി കള്ളപ്രചരണം നടത്തുകയാണ്. നിലവിൽ ഇപ്പോൾ ആരൊക്കെയാണ് അതിന്റെ സെക്രട്ടറി പ്രസിഡന്റുമാർ? ഈ ഓഗസ്റ്റ് 3 വരെ മലപ്പുറം 1984 സൊസൈറ്റി ആക്ട് രജിസ്ട്രേഷൻ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന കമ്മിറ്റിക്ക് 2014-15 വർഷത്തേക്കുള്ള കമ്മിറ്റി CK അബ്ദുൽ ലത്തീഫ് സെക്രട്ടറിയും CK അബ്ദുൽ മജീദ് ഹാജി പ്രസിഡന്റുമായിട്ടുള്ള AP വിഭാഗത്തിന്റെ കമ്മിറ്റിയാണ് ഇപ്പോഴും നിലവിലുള്ളത്. 10 രൂപ മുടക്കി മലപ്പുറം ഡിസ്ട്രിക്ട് രജിസ്ട്രാറിൽ നിന്നും ഒരു
10 രൂപ മുടക്കി ഡിസ്ട്രിക്ട് രജിസ്ട്രാറില് ഒരു നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ വിവരാവകാശ നിയമപ്രകാരം ആർക്കും ഇപ്പോഴും കമ്മിറ്റിയുടെ ലിസ്റ്റ് നൽകപ്പെടുന്നതായിരിക്കും. ഇപ്പോഴും സെക്രട്ടറിയും പ്രസിഡന്റും AP വിഭാഗം തന്നെയാണ്. അതെ, AP വിഭാഗത്തിന്റെ CK അബ്ദുൽ ലത്തീഫും CK അബ്ദുൽ മജീദുമാണ് സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ട് തുടരുന്നത്. ഓക്കെ, നന്ദി വിവരങ്ങൾ നൽകിയതിന് കുഞ്ഞു മുഹമ്മദ്. ഓക്കെ.